إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഖുതുബയിൽ മുസ്ലിങ്ങളിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തെ ഒരു കപ്പലിലെ സഞ്ചാരികളോട് ഉപമിച്ചുകൊണ്ട് നന്മ കൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും അതില്ലാതിരുന്നാൽ ഉണ്ടാകുന്ന അപകടത്തെയും കുറിച്ച് വ്യക്തമാക്കിയതായി ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ഖായിമി ഫീ ഹുദൂദില്ലാഹ് വൽ വാഖിഇ ഫീഹാ കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന. അല്ലാഹുവിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിലകൊള്ളുന്ന ആളുകളുടെ ഉദാഹരണം, വൽ വാഖിഇ ഫീഹാ, ആ നിശ്ചയിച്ച അതിർവരമ്പുകളിൽ പെട്ടുപോകുന്ന, എന്നാൽ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന ആളുകളുടെയും ഉദാഹരണം നറുക്കിട്ട് ഒരു കപ്പലിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികളെ പോലെയാണ്. നറുക്കിട്ടതനുസരിച്ച് ചില ആളുകൾ കപ്പലിന്റെ മേൽത്തട്ടിലും മറ്റു ചില ആളുകൾ കപ്പലിന്റെ താഴെത്തട്ടിലുമായി യാത്ര ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ മേലെ തട്ടിലേക്ക് കയറിപ്പോകണം. അപ്പൊ അവർക്കിടയിലൂടെ കടന്നു പോകുന്നത് മേൽത്തട്ടിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയ താഴെ തട്ടിലുള്ള ആളുകൾ ഒരു അഭിപ്രായം പറഞ്ഞു, എന്തിനാണ് നമ്മൾ ഈ മോളുള്ള ആളുകൾ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മൾ താമസിക്കുന്ന ഈ താഴെ തട്ടിൽ കപ്പലിന് ഒരു ദ്വാരമുണ്ടാക്കിയാൽ അതിലൂടെ നമുക്ക് വെള്ളമെടുക്കുകയും മേൽഭാഗത്തുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും ചെയ്യാമല്ലോ. ഒരു നല്ല അഭിപ്രായമാണ്. ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, പ്രയാസം ഉണ്ടാക്കേണ്ട, നമ്മളും പ്രയാസപ്പെടേണ്ട, ഒരു ദ്വാരം ഉണ്ടാക്കി അതിലൂടെ വെള്ളമെടുക്കാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ട് പോകുന്ന ഒരു കപ്പൽ എന്ന് നബി പറയാൻ, ഫൈൻ തറക്കൂഹും വമാ അറാദു, കപ്പൽ ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കാൻ ശ്രമിച്ച ആളുകളെയും അവരുദ്ദേശിച്ച കാര്യത്തെയും, അതായത് ഓട്ടുണ്ടാക്കി വെള്ളമെടുക്കാമെന്ന കുറുക്കുവഴി സ്വീകരിക്കുന്ന ആ പ്രവർത്തനത്തെയും ആ ആളുകളെയും അവർ വിട്ടേച്ചാൽ, എന്തിനാ ഇപ്പൊ തടയാൻ പോണത്? ഓൽക്ക് വേണം ഓട്ടുണ്ടാക്കി വെള്ളമെടുത്തോട്ടെ, നമുക്കെന്താ കുഴപ്പം? അത് നമ്മള് ഓട്ടുണ്ടാക്കിയാൽ കപ്പൽ പൊളിയും, വെള്ളം കയറും എന്നൊന്നും പറഞ്ഞ് അവരെ തടയാൻ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് ഈ തെറ്റായ കാര്യത്തെ വിലക്കാതെ ആര് ആ തിന്മയെ വിലക്കാതിരിക്കുന്നുവോ ഹലക്കൂ ജമിയാൻ, രണ്ടു കൂട്ടരും നശിക്കും. ആര്? ഓട്ടയുണ്ടാക്കാത്ത സുരക്ഷിതമായി നിൽക്കുന്ന മേൽഭാഗത്തുള്ള ആളുകളും ഇനി താഴെയുള്ള ആളുകളും നശിക്കും. ഓട്ടയുണ്ടാക്കിയവൻ മാത്രമല്ല, കപ്പലും കപ്പലിലെ സഞ്ചാരികളും മുഴുവൻ നശിക്കും. എന്നാൽ ഈ ഓട്ടയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൈക്ക് ആരെങ്കിലും പിടിച്ചാൽ നജൗ വ നജൗ ജമിയാൻ, ഇവരും അവരും എല്ലാവരും രക്ഷപ്പെടും. ഇതാണ് ഹദീസ്. ഒരു വിശദീകരണം ആവശ്യമില്ല. അപ്പൊ ഒരു കപ്പലിലെ സഞ്ചാരികളോട് മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു സാദൃശ്യപ്പെടുത്തി. കപ്പൽ യാത്രക്കാരിൽ ഈ രണ്ടു തരം ആളുകൾ. മുസ്ലിം ഉമ്മത്താകുന്ന കപ്പലിലെ സഞ്ചാരികളിൽ നന്മ ചെയ്യുന്നവരും തിന്മ കൽപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ തിന്മ ചെയ്യുന്ന ആളുകളെ വിലക്കേണ്ടതില്ല എന്ന് ആളുകൾ തീരുമാനിക്കുകയും നന്മ ചെയ്യുന്ന ആളുകൾ അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന അപകടം എന്താണ്? മുസ്ലിം ഉമ്മത്താകുന്ന ഈ കപ്പലിലെ എല്ലാ സഞ്ചാരികളും, അതായത് നന്മ മാത്രം ചെയ്ത് ജീവിക്കുന്നവനടക്കം തിന്മ ചെയ്ത് ആളുകളോടൊപ്പം ഒന്നായി നശിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന്റെ നാശത്തിന് തന്നെ കാരണമാണ് തിന്മ വിലക്കാതിരിക്കുക എന്നതാണ് ഈ ഉദാഹരണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ ബുദ്ധിയുള്ള, വിവരമുള്ള, മതം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന വിവേകമതികളായ ആളുകളുടെ എല്ലാം ബാധ്യതയാണ് തിന്മ പ്രവർത്തിക്കാതിരിക്കുക എന്നത് മാത്രമല്ല, തിന്മ പ്രവർത്തിക്കുന്നവരെ വിലക്കുക എന്ന കാര്യം കൂടി നിർവഹിക്കണം എന്നത്. സൂറത്തുൽ അംഫാലിലെ 25-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വത്തഖൂ ഫിത്ന ലാ തുസീബുൽ ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വിശ്വാസികളോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ ഒരു ഫിത്നയെ സൂക്ഷിക്കണം. ഏതാണ് ആ ഫിത്ന? ലാ തുസീബന്നൽ ലദീന ളലമൂ മിൻകും ഖാസ്സ, മുസ്ലിങ്ങളെ, വിശ്വാസികളെ, നിങ്ങളിലുള്ള അക്രമം ചെയ്ത ആളുകളെ മാത്രം ബാധിക്കാത്ത ഒരു ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക? തെറ്റ് ചെയ്തവനല്ലേ ശിക്ഷ, നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ തിന്മ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ നന്മ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുക ഇല്ല എന്ന് വിചാരിക്കേണ്ടതില്ല. എല്ലാവരെയും ബാധിക്കുന്ന
അക്രമികളെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കുന്ന ഒരു പൊതുശിക്ഷ. വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം. വയലമു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായ ശിക്ഷ നൽകുന്നവനാകുന്നു. അപ്പൊ ഇത് അള്ളാഹുവിന്റെ താക്കീതാണ്. നമ്മൾ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് നമ്മെ ബാധിക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും സമൂഹം ഒന്നായി നശിക്കാൻ കാരണമായി തീരും എന്ന കടുത്ത താക്കീത് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. ആ താക്കീത് ഒരു ഉദാഹരണത്തിലൂടെ മുസ്ലിം സമൂഹത്തിന് മുഴുവൻ ബാധിച്ചേക്കാവുന്ന തരത്തിൽ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണ സഹിതം വിശദീകരിക്കുകയാണ് മുകളിൽ പറഞ്ഞ ഹദീസിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയിൽ വിശ്വസിച്ചു വരുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടുമൊക്കെ ബൈഅത്ത്, മതത്തിന്റെ പേരിലുള്ള ഒരു കരാർ, ഒരു ഉടമ്പടി സ്വീകരിക്കാറുണ്ടായിരുന്നു. പരസ്പരം കൈവച്ച് പുരുഷന്മാരോടും സ്ത്രീകളോട് തൊടാതെ വാക്കാലെയും ഈ ബൈഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട് പല വിഷയങ്ങളിലും. അതിൽ പ്രധാനമായും ഉള്ളത് നേരത്തെ ചില സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ പങ്കുചേർക്കാതിരിക്കുക, വ്യഭിചരിക്കാതിരിക്കുക, കക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചില ഹദീസുകളിൽ നമുക്ക് കാണാം. ഖുർആനിലും അക്കാര്യങ്ങൾ നബിയോട് ഹിജ്റ ചെയ്തു വരുന്ന ആളുകളെ അവരിൽ നിന്ന് അത്തരം ബൈഅത്ത് വാങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് കാണാം. സ്ത്രീകളോടും അത്തരം ഒരു ഹദീസിൽ മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുമുല്ലാഹ് രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ കാണാം, ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ബൈഅത്ത് ചെയ്തു, കരാർ ചെയ്തു. എന്താ കരാർ? ഒന്ന്, സുഖമുണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ക്ഷേമമുണ്ടാകുമ്പോഴും പ്രയാസമുണ്ടാകുമ്പോഴും ഉന്മേഷമുണ്ടാകുമ്പോഴും ഉന്മേഷമില്ലാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ ആളുകൾ നമുക്കെതിരിൽ സ്വാർത്ഥത പ്രകടിപ്പിക്കുമ്പോഴും എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ നേതാവിന്റെ, ഭരണാധികാരിയുടെ, ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങളൊക്കെ അലസ്സംഇ വത്വാഅ, കേൾക്കാം, അനുസരിക്കാം. മതത്തിന്റെ കാര്യത്തിൽ മറുചോദ്യമല്ല. മതത്തിന്റെ പ്രമാണത്തിൽ ഉറച്ച സംഗതിയാണോ കേൾക്കുക, അനുസരിക്കുക. ഇതാണ് ഒന്നാമത്തെ ബൈഅത്ത് ഈ ഹദീസ് പറയുന്നത്. രണ്ടാമത്തേത്, ഭരണാധികാരികൾ സ്വാർത്ഥത കാണിച്ചാലും ശരി, ഭരണാധികാരികളോട് അവരുടെ കാര്യത്തിൽ ഞങ്ങൾ തർക്കിക്കുകയില്ല എന്നും നബിയോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. ഭരണാധികാരികളോട് തർക്കിക്കേണ്ടത്, അവരെ പരസ്യമായി വിമർശിക്കേണ്ടത്, അവർക്കെതിരിൽ പ്രതിഷേധ പ്രകടനവും ജാഥയും നടത്തേണ്ടത്, പ്രതിഷേധ യോഗങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണ്? ഇല്ലാ അൻ തറൗ കുഫ്റൻ ബവാഹൻ, ഇസ്ലാമിക ഭരണാധികാരിയാണെങ്കിൽ ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരിയിൽ നിന്ന് വ്യക്തമായ, സംശയമില്ലാത്ത, സംശയരഹിതമായ, കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വ്യക്തമായ കുഫ്ർ, അവിശ്വാസം അവരിൽ നിന്ന് നിങ്ങൾ കണ്ടാലല്ലാതെ. അപ്പോ വ്യക്തമായ കുഫ്ർ ഭരണാധികാരികളിൽ നിന്ന് പ്രകടമാകാത്ത കാലത്തോളം നിങ്ങൾ അവരോട് തർക്കിക്കാൻ പോകരുത്. ഇനി എന്താണ് ബവാഹ് കുഫ്ർ? ബവാഹ്, വ്യക്തമായ കുഫ്ർ എന്ന് പറഞ്ഞാൽ ഇൻദകും മിനല്ലാഹി തആല ഫീഹി ബുർഹാനുൻ, ഈ കാര്യം കുഫ്റാണ് എന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും ഹദീസിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായ രേഖയുണ്ട്. അങ്ങനെ രേഖയുള്ള പച്ചയായ കുഫ്ർ വെളിപ്പെടാത്ത കാലത്തോളം ഭരണാധികാരികളോട് തർക്കിക്കാൻ പോകരുത്. ഇതൊന്നും നമ്മളെ ഈ ചർച്ചപ്പെട്ട വിഷയമല്ല, ഞാൻ ആ ഹദീസ് മുഴുവൻ വായിച്ചു മാത്രം. ഇനി വിഷയവുമായി ബന്ധപ്പെട്ട അവസാനം എന്താ പറയുന്നത്? അലാ അൻ നഖൂല ബിൽ ഹഖി ഐനമാ കുന്ന, ഞങ്ങൾ എവിടെയായിരുന്നാലും ഹക്കായ കാര്യം പറയുമെന്നും നബിയോട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. ലാ നഖാഫു ഫില്ലാഹി ലൗമത ലായിം, ഹക്ക് പറയുമ്പോൾ ആക്ഷേപിക്കുന്നവന്റെ ഒരു ആക്ഷേപത്തെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങൾ ഭയപ്പെടുകയില്ല. അപ്പൊ ആരെങ്കിലും കുറ്റം പറയോ, ആക്ഷേപിക്കുകയോ, മോശക്കാരനാണെന്ന് പറയോ, നീ ഇത്തരക്കാരനാണെന്ന് പറയോ, അങ്ങനത്തെ ഒരാക്ഷേപവും വിലവെക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹക്ക് ഞങ്ങൾ എവിടെയാണെങ്കിലും ഹക്ക് പറയും എന്നും ഞങ്ങൾ നബിയോട് ബൈഅത്ത് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ പറഞ്ഞു വരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. ഹക്കായ കാര്യം പറയുക എന്ന് പറഞ്ഞാൽ ഹക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ഹക്ക് പറയേണ്ടിടത്തെല്ലാം പറയണം. അപ്പൊ ഒരു കാര്യം തിന്മയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ തിന്മ പറയേണ്ടിടത്ത് പറയണം. അത് ഈ ബൈഅത്തിന്റെ ആശയമാണ്. ഞങ്ങൾ എവിടെയായിരുന്നാലും ഹക്ക് ഞങ്ങൾ പറയും. അപ്പൊ ഒരു തിന്മ കണ്ടാൽ ഇത് ഹക്കല്ല, ബാത്തിലാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, നന്മയല്ല തിന്മയാണ്, മഅറൂഫല്ല മുൻകറാണ് എന്ന് പറയേണ്ടടുത്ത് പറയണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കൊടുത്ത ബൈഅത്താകുന്നു. അപ്പൊ ഈ ബൈഅത്ത് നമുക്കും ബാധകമാണ്. ഹക്കായ കാര്യങ്ങൾ പറയുക, ഹക്കിനെതിരായ കാര്യങ്ങൾ അത് ഹക്കിന് വിരുദ്ധമാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ ഉണ്ടാവുക. ഇത് ഇല്ലാത്ത കാലത്തോളം നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞതുപോലെ മുസ്ലിം ഉമ്മത്തിൽ തിന്മ വിലക്കേണ്ടവർ വിലക്കാതിരുന്നാൽ, തിന്മ വിലക്കാൻ കഴിവുള്ള അറിവുള്ള ആളുകൾ അത് ചെയ്യാതിരുന്നാൽ, ഈ സമൂഹം മുഴുവൻ കപ്പലിലുള്ള യാത്രക്കാർ തുളയിട്ട കപ്പലിലെ ആളുകൾ നശിക്കുന്നത് പോലെ നശിച്ചു പോകുമെന്നതാണ്. അപ്പൊ തിന്മ എന്ന് പറയുന്നത്, തിന്മയെ വിലക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ സമൂഹമാകുന്ന കപ്പലിൽ വീഴുന്ന ദ്വാരങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം തിന്മകൾ ഉണ്ടാവുകയും അത് തടയാൻ കെൽപ്പുള്ള ആളുകൾ തടയാതിരിക്കുകയും ചെയ്യുന്നുവോ അപ്പോൾ ഈ സമൂഹം നശിക്കും. പ്രത്യേകിച്ച് നേതാക്കന്മാർ
സംഘടനാ നേതാക്കന്മാർ, ഖത്തീബുമാർ, മൗലവിമാർ, വിവരമുള്ള ആളുകളൊക്കെ ഈ കാര്യം ചെയ്യണം. ഇന്ന് സമൂഹത്തിൽ നോക്കൂ, പണ്ഡിതന്മാരായ ആളുകൾ പോലും, ഞാൻ ഇന്ന സംഘടന എന്നൊന്നുമില്ല, ഏത് ആളുകളാണെങ്കിലും നേതാക്കന്മാരും വിവരമുള്ളവരുമായ ആളുകൾ അവരുടെ പാർട്ടിയിലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത്, അത് മാത്രമല്ല മുസ്ലിം ഉമ്മത്തിൽ മൊത്തത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ടവരാണ്. പക്ഷേ ചിലപ്പം തൗഹീദും ശിർക്കിനെ സംബന്ധിച്ചൊക്കെ പറയും, സുന്നത്തും ബിദ്അത്തും വേർതിരിച്ചു പറയും. എന്നാൽ ഇതടക്കമുള്ള വിഷയങ്ങളിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ, അതല്ലാത്ത സാമൂഹ്യമായ തിന്മകൾ, കുടുംബങ്ങളിലും അതുപോലെ തന്നെ വ്യക്തികളിലും സംഘടനയിൽ പെട്ടതിനല്ലെങ്കിൽ കൂട്ടായ്മയിൽ തന്നെ പെട്ട ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന തിന്മകളാണെങ്കിലും അത് മിണ്ടാതിരിക്കുകയോ മൗനം പാലിക്കുകയോ ചെയ്യുക എന്നുള്ളത് അപകടകരമാണ്. കാരണം എന്താ, പലരും പല കക്ഷികളായി, ഗ്രൂപ്പുകളായി, പാർട്ടികളായി മാറുമ്പോൾ തന്റെ ഗ്രൂപ്പിൽപ്പെട്ട പാർട്ടിയിൽപ്പെട്ട ആളുകൾ തിന്മ ചെയ്താൽ അയാൾ നമ്മളെ വിട്ടുപോകും, അപ്പൊ ആള് കുറയും എന്നതുകൊണ്ട് മിണ്ടാതിരിക്കുക എന്ന സമീപനം ശരിയല്ല. അത് പണ്ഡിതധർമ്മമല്ല, പണ്ഡിതധർമ്മത്തിനെതിരാണ്. ആരായിരുന്നാലും ശരി, സംഘടനയുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ശരി, അപ്പൊ അത് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് നിർവഹിക്കേണ്ട കാര്യമാണ്. നിർവഹിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ കുറ്റം ഈ വിഷയത്തിൽ പണ്ഡിതന്മാരായ ആളുകൾക്കുണ്ടാകും. പല വിഷയങ്ങളും, പ്രത്യേകിച്ച് കല്യാണം അതുപോലുള്ള വിഷയങ്ങളിൽ നമുക്ക് കാണാം, മുജാഹിദുകൾ, തൗഹീദുള്ള മനുഷ്യന്മാർ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കുന്നു. 1 പ്രേമവിവാഹം, 2 പ്രേമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി, 3 തൗഹീദുള്ളവരും ശിർക്കുള്ളവരും തമ്മിൽ നടക്കുന്ന വിവാഹം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ തിരിച്ച് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരുന്നു. ശിർക്ക് ചെയ്യുന്ന ആളുകളെ, ശിർക്ക് ചെയ്യുന്നവന്റെ അവസ്ഥ എന്താ? അവന്റെ അമലുകൾ മുഴുവൻ ബാത്തിലാണ്, അവൻ ഒരു കാലത്തും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ശാശ്വതമായി നരകത്തിലാണ്. എന്നാൽ ഇതൊക്കെ നടത്തി കൊടുക്കുന്നതോ മൗലവിമാർ, മതപണ്ഡിതന്മാരായ ആളുകൾ. ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച മുസ്ലിങ്ങളിലെ മുജാഹിദുകളിലെ 2 പ്രമുഖ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ, ഞാൻ കക്ഷിയൊന്നും പറയില്ല, കക്ഷിയല്ല അവിടെ വിഷയം, നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്, ഒരു വിവാഹം നടക്കുകയാണ്. ആ വിവാഹത്തിന്റെ സ്റ്റേജിൽ, നിക്കാഹ് നടക്കുന്ന വേദിയിൽ 2 വിഭാഗത്തിലെ 2 ഗ്രൂപ്പുകളിലെ പ്രമുഖന്മാരായ നേതാക്കന്മാരുണ്ട്, സംസ്ഥാന നേതാക്കന്മാർ. അതിൽപ്പെട്ട ഒരാളുടെ മകന്റെ കല്യാണമാണ്. ഇതിന് ആളുകൾ, സദസ്സിലെ ആളുകൾ സാക്ഷിയാണ്. സ്റ്റേജിൽ തന്നെ ഈ നേതാക്കന്മാരായ ആളുകളുണ്ട്. അവിടെ നടക്കുന്നത് എന്താ? പെണ്ണിനെ നിക്കാഹ് കഴിഞ്ഞിട്ട് ഈ പെണ്ണിനെ സ്റ്റേജിലേക്ക് കൊട്ടുമുട്ടുമുള്ള പാട്ടുമായി പഴയ പല മാപ്പിളപ്പാട്ടുകളും വെച്ച് വിറ്റതോ വിൽക്കാൻ വെച്ചതോ, അത് കേട്ട സാക്ഷിയായ അയാൾ എഴുന്നേറ്റ് പോകുന്നു. എഴുന്നേറ്റ് വരുന്ന മുമ്പ് അദ്ദേഹം കേട്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. ഈ പാട്ടൊക്കെ പാടി ആനയിച്ച്, സാധാരണ പുതിയ പുതുവണ്ണങ്ങൾ ധരിക്കുന്ന ഇസ്ലാമികമല്ലാത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് പാട്ടുപാടി മുട്ടും പാട്ടുമായി ആനയിച്ചു കൊണ്ടുവരുന്നു. ഇത് ഈ വേദിയിൽ നേതാക്കന്മാരായ ആളുകളുണ്ട്. അതുപോലെ തന്നെ സാധാരണ പെണ്ണിന് ഭർത്താവിന് കൊണ്ടുപോയി അന്യപുരുഷന്മാരില്ലാതെ എന്ത് ചെയ്യാം, മഹറിട്ട് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, ആളുകൾക്കിടയിലല്ല, അല്ലാതെ ഭാര്യയ്ക്ക് ഭർത്താവ് മഹറണിക്കാം. എന്നാൽ ഇത് സ്റ്റേജിൽ കൊണ്ടുവന്ന് അവിടെ ആ സദസ്സിലുള്ള ആളുകൾ മുഴുവൻ കാണെ ഈ വേഷം ധരിച്ച എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന പെണ്ണിന് ഭർത്താവ് മാല, മഹറിന്റെ ആഭരണം കെട്ടിക്കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ അവിടെ നടക്കുന്നത് മറ്റൊരാളെ, ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട്, പ്രായപൂർത്തിയെത്തിയ വലിയ മുതിർന്ന ഒരു പെണ്ണിനെ വിളിച്ച് പാട്ട് പാടുകയാണ്. എന്താ പാട്ട്? ഈ പറഞ്ഞ രീതിയിലുള്ള മ്യൂസിക്കുള്ള പാട്ടുകൾ. ആരാ കേൾക്കുന്നത്? ഈ പറയുന്ന തൗഹീദുള്ള സുന്നത്തിന് വേണ്ടി വാദിക്കുന്ന, ബിദ്അത്തിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾ കേട്ടിരിക്കുന്നു. അതുപോലെ മിക്ക 99.9% കല്യാണങ്ങളിലും കല്യാണം കഴിഞ്ഞാൽ പരിചയമുള്ളവനോ ഇല്ലാത്തവനോ, യാതൊരു മഹറമോ അല്ലാത്തവനോ, ഇനി മുസ്ലിമോ അല്ലാത്തവരോ, ആരും വന്നു കയറുന്ന മുഴുവനും സ്റ്റേജിൽ കയറി ഈ വധൂവരന്മാരെന്ന 2 ആളുകൾ ഒപ്പം നിന്ന്, കൂട്ടം കൂടി ചേർന്ന് നിന്ന്, തോളിൽ കൈവച്ച്, അങ്ങനെ പല കോലത്തിലും ഒരു ബന്ധവുമില്ലാത്ത, ഒരു നിലക്കും മഹറമായി തീരാത്ത അന്യ ആളുകൾ പല കോലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇതിന് കൂട്ടുനിൽക്കുന്നതാരാ? പണ്ഡിതന്മാരാണ്. എതിർക്കുന്നില്ല. അവിടെ സാക്ഷികളായി ഇരിക്കുക എന്ന് പറയുന്നത് തിന്മക്ക് സഹകരിക്കലാണ്, അതിനെ എതിർക്കാതിരിക്കലാണ്. അപ്പൊ ഇത് സമൂഹത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് വിവരമുള്ള ആളുകളെങ്കിലും അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ഇത് തെറ്റാണെന്ന് തന്റെ ഇടത്തോടുകൂടി പറയുകയും അതിന്റെ പേരിൽ ഒറ്റ മെമ്പർഷിപ്പ് ഒഴിവാക്കി പോയാൽ തിരക്കില്ല. അങ്ങനെ പോകുന്ന ആളുകൾ കഴിച്ച് ബാക്കിയുള്ള കൂട്ടായ്മ മതി. അതാണ് ശുദ്ധമായ കൂട്ടായ്മ, ആദർശമുണ്ടെങ്കിൽ. അപ്പോ ഇത് സമൂഹത്തിലെ ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ് എന്നതാണ് ഇതിലൂടെ നമ്മൾക്ക് ഉൾക്കൊള്ളാനുള്ള കാര്യം. ഇനി എങ്ങനെയൊക്കെ പ്രതികരിക്കും? അപ്പൊ കഴിഞ്ഞ ഖുതുബയിൽ ശക്തി ഉപയോഗിച്ച് തടയേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംബന്ധിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഇന്നഹു യുസ്തഅമലു അലൈക്കും ഉമറ ഫതഅരിഫൂന വതുൻകിറൂൻ ഫമൻ കരിഹ ഫഖദ് ബരിഅ വമൻ അൻകറ ഫഖദ് സലിമ വലാകിൻ മൻ റളിയ വതഅബ. നിങ്ങൾക്കുമേൽ ചില ആളുകൾ ഭരണാധികാരികളായി നിശ്ചയിക്കപ്പെടും. ഇവിടെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ രാജാവോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മാത്രമല്ല, അതിന്റെ കീഴിൽ വരുന്ന ഭരണാധികാരികളായ ഗവർണർമാരായാലും അങ്ങനെ പദവി വഹിക്കുന്ന ആരുണ്ടോ ആ കൂട്ടത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നതായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആളുകളും ഉണ്ടാകാം.
അത്തരം ആളുകളോട് ഫമൻ കരിഹ, നിങ്ങൾ ആരാണോ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് ഫഖദ് ബരിഅ, അവൻ ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി. അപ്പൊ ഇത് രാജ്യത്തിന്റെ ഭരണാധികാരി മാത്രമെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ നേതാക്കന്മാരായ ആളുകൾ, ആ ആളുകൾ തിന്മ ചെയ്താൽ അവർ തിന്മയാണ് എന്ന് അവരോട് നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഇത് അവസാനത്തെ പടിയാണ് ആദ്യം പറയുന്നത്, മാനസികമായ വെറുപ്പ്. ആ വെറുപ്പ് പ്രകടിപ്പിച്ചവൻ ആ തിന്മയിൽ നിന്ന് ഒഴിവായി. വെറുപ്പ് പ്രകടിപ്പിക്കുന്നില്ല, അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ അതിന്റെ കൂടെ തന്നെ പോവുകയാണെങ്കിലോ അവൻ കുറ്റവാളിയാൻ. വമൻ അങ്കറ ഫഖദ് സലിമ, ആ തിന്മയെ ഇത് തിന്മയാണെന്ന് മുഖത്ത് നോക്കി ആര് പറയുന്നുവോ ഫഖദ് സലിമ, അവൻ കുറ്റത്തിൽ നിന്ന് സുരക്ഷിതനായി. രണ്ട് പ്രയോഗം നബിയാണ് ചെയ്തത്. മൂന്നാമത്തെ ആള് വലാകിൻ മൻ റളിയ വതാബ, ഏത് നേതാവും ഏത് ഭരണാധികാരിയും ആര് എന്ത് ചെയ്താലും ശരി അതിനെ വെറുക്കുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യാതെ തൃപ്തിപ്പെട്ട് അതിനെ പിന്തുടർന്ന് അനുയായിയായി പോകുന്നവനാരോ, അവിടെ പറഞ്ഞു നിർത്തി. അപ്പൊ സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അലാ നുഖാതിലുഹും, ഇങ്ങനത്തെ നേതാക്കന്മാരോട് ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ? അപ്പൊ നബി പറഞ്ഞു, ഇത് ഈ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളാണ്. ഖാലല, നബി പറഞ്ഞു അവരോട് യുദ്ധം ചെയ്യാൻ പോകേണ്ടതില്ല. ഇത് നേരത്തെ പറഞ്ഞ ബൈഅത്തിന്റെ ഭാഗമാണ്. മാ അഖാമു ഫീക്കുമുസ്സലാത്ത്, അവർ നിങ്ങളിൽ നമസ്കാരം നിലനിർത്തുന്നിടത്തോളം കാലം. ഇപ്പൊ രണ്ട് കാര്യമാണ്. കഴിഞ്ഞ ഹദീസിൽ എന്ത് മനസ്സിലായി? വ്യക്തമായ കുഫ്ർ വെളിപ്പെട്ടാൽ നിങ്ങൾക്ക് അവരെ എതിർക്കാം, ഭരണാധികാരികളെ. കാരണം കുഫറിലേക്ക് പോയി, ഇസ്ലാമിന്റെ ഒരു അംശമില്ല, കുഫറായി അല്ലെ ശിർക്കായി. രണ്ടാമത്തെ കാര്യം, ആ കുഫറിൽ പെടുന്ന ഒരു കാര്യമാണ് നമസ്കരിക്കാതിരിക്കുക. നമസ്കരിക്കാത്തവൻ കാഫറാണ്. അപ്പോ നമസ്കാരം നിലനിർത്തുന്ന കാലം അത്രയും അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതില്ല. നമസ്കാരമല്ല, അത് വ്യക്തമായ കുഫറാണ്. അപ്പൊ അതുപോലുള്ള നമസ്കാരം മാത്രമല്ല, അതുപോലുള്ള വ്യക്തമായ കുഫർ കാണുന്നത് വരെ നിങ്ങൾ അവിടെ ഒരു യുദ്ധം ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. അപ്പൊ തിന്മ പ്രവർത്തിക്കുകയും അത് വിലക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് എന്ത് സമീപനം സ്വീകരിക്കണം, ചെയ്യുന്നവർക്കുള്ള അവസ്ഥ എന്താണ്, അത് കാണുന്നവർ സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്നുള്ളത് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, ഭരണാധികാരിയുടെ പക്കൽ കാണുന്ന തിന്മയെ എങ്ങനെ എതിർക്കണം? നേരത്തെ പറഞ്ഞതുപോലെ പ്രകടനമല്ല, പൊതുയോഗമല്ല, മറിച്ച് ജിഹാദിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് അക്രമിയായ അല്ലെങ്കിൽ അനീതി കാണിക്കുന്ന ഭരണാധികാരിയുടെ അടുക്കൽ വെച്ച് നീതിയുടെ വാക്ക് പറയലാകുന്നു. പ്രത്യേകം മനസ്സിലാക്കണം, ഈ ഹദീസ് ഒരുപാട് ആൾക്കാർ ഓതും, എന്നിട്ട് എന്താ സമർത്ഥിക്കുക? ഭരണാധികാരിക്കെതിരെ പ്രതികരിക്കണം. അങ്ങനെയല്ല, ഹദീസ് നേർക്കരെ വായിച്ചു നോക്കൂ. ഇന്ദ സുൽത്താനിൻ ജായിർ, പൊതുയോഗമല്ല, ജാഥയല്ല, പ്രതിഷേധ പ്രകടനമല്ല, പോസ്റ്ററല്ല, ഊമക്കത്തല്ല, പിന്നെന്താണ്? ഇന്ദ സുൽത്താനിൻ ജായിർ, ഭരണാധികാരിയുടെ അടുക്കൽ ചെന്ന് പറയുക. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ രാജാവോ അമീറോ സുൽത്താനാണെങ്കിൽ അയാളുടെ അടുക്കൽ പോയി പറയുക, അല്ലെങ്കിൽ അയാൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മെസ്സേജ് അയക്കുക, അല്ലെ കാണുന്നിടത്തിന് പറയുക, പൊതുജനത്തിന്റെ മുമ്പിലല്ലാതെ നിങ്ങൾ ചെയ്ത ഈ നിലപാട് ശരിയല്ല, ഇത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഇത് നിങ്ങൾ തടയേണ്ടതാണ്, നിങ്ങൾ ചെയ്തത് അനീതിയാണ് എന്ന് അയാളുടെ അടുക്കൽ പോയി പറയാൻ അതിനൊരു തന്റേടം വേണം. കാരണം ഭരണാധികാരിയെ എതിർത്താൽ ശിക്ഷിക്കുമോ, പീഡിപ്പിക്കുമോ, പിരിച്ചുവിടുമോ, സസ്പെൻഡ് ചെയ്യുമോ എന്നൊക്കെ പേടിയുണ്ടാവും. അതൊന്നും നോക്കണ്ട. ആക്ഷേപിക്കുന്നവന്റെ ഒരു ആക്ഷേപവും ഭയപ്പെടാതെ സത്യം പറയുക എന്നല്ല. അപ്പൊ ഭരണാധികാരി എന്ത് നിലപാടെടുത്താലും ശരി, ഭരണാധികാരിയുടെ അടുക്കൽ തിന്മ കണ്ടാൽ അവിടെ ചെന്ന് അയാളോട് പറയുക. അപ്പൊ ഇത് പൊതുയോഗമോ ഊമക്കത്തോ അയക്കാനുള്ള തെളിവല്ല. അബൂദാവൂദ്, തിർമിദി എന്നീ ആളുകളൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അവരോടുള്ള സമീപനം എങ്ങനെ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ അടുക്കലേക്ക് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫസിഅൻ, ഭയപ്പാടോടുകൂടി എന്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ, വളരെ സമീപത്തെത്തിയ ഒരു തിന്മയാലുള്ള അറബികൾക്കുണ്ടാകുന്ന നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം യഅ്ജൂജ് മഅ്ജൂജിന്റെ കെട്ടിൽ നിന്ന് ഒരു ഭാഗം അടർന്ന് തുറന്നു പോന്നിരിക്കുന്നു. ഒരിത്തിരി അതിനെ ഇങ്ങനെ കാണിച്ചതായി കാണാം. ഒരു ചെറിയൊരു അളവ്, ഒരു ദ്വാരം ആ ഓട്ടയിൽ ഉണ്ടായിരിക്കുന്നു. സൂറത്തുൽ കഹ്ഫ് പറയുന്ന യഅ്ജൂജ് മഅ്ജൂജിന്റെ ഇടക്കുള്ള ആ കെട്ട്. എന്നിട്ട് നബി പറയാൻ, നബി വിരലുകൊണ്ട് ഇങ്ങനെ തള്ളവിരലും ചൂണ്ടുവല്ലായിട്ട് ഇങ്ങനെ കാണിച്ചു, ഇത്ര ഒരു വട്ടം, ഒരു ഓട്ട ഉണ്ടായിട്ടുണ്ട്. അപ്പോ യാ റസൂലല്ലാഹ് അനഹ്ലികു വഫീനാ സ്വാലിഹൂൻ, നബിന്റെ ഭാര്യ ചോദിച്ചു, അല്ല നമ്മളെ കൂട്ടത്തിൽ നല്ല നല്ല മനുഷ്യന്മാരൊക്കെ സാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ നമ്മളൊക്കെ നശിച്ചു പോകും എന്നാണോ നബിയെ ഭയപ്പെടുന്നത്? കാല, അപ്പൊ പറഞ്ഞു, നാം അതെ, ഇതാക്ക് തുറൽ ഹബസു, ഹബസ് വർദ്ധിച്ചാൽ സാലിഹീങ്ങൾ അടക്കം നശിക്കും. നേരത്തെ പറഞ്ഞ കപ്പൽ പോലെ. അപ്പൊ നല്ല മനുഷ്യന്മാരുണ്ട്, പക്ഷെ തിന്മ തടയാത്ത ആളുകൾ എമ്പാടുണ്ടെങ്കിൽ അവിടെ നാശം സംഭവിക്കാം. ഇവിടെ ഈ ഹബസ് കൂടിയാൽ നശിക്കും. ഹബസ് എന്ന് പറഞ്ഞാൽ നജസ്, അഴുക്ക്, മാലിന്യം, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഹബസ്. ഇനി അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഹബസ് എന്ന് പറഞ്ഞാൽ ദുഷ്ട മനുഷ്യന്മാർ. അതാരാ? തിന്മ തടയാത്തവർ, തിന്മ ചെയ്യുന്നവരും.
പിന്നെ ചീത്ത പ്രവർത്തികൾ, രണ്ടും ഈ ഖബത്ത് കൊണ്ട് ഉദ്ദേശിക്കാം. അപ്പൊ ചീത്ത പ്രവർത്തനങ്ങളും ആ ചീത്ത പ്രവർത്തനങ്ങളെ എതിർക്കാത്ത ആളുകളും കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ സാലിഹീങ്ങളുള്ള സമൂഹം പോലും നശിക്കും. ഇത് ആരോടാ പറയുന്നത്? സഹാബത്തിനോട്, നബിന്റെ ഭാര്യയോട്. നമ്മളും നശിക്കാം നമ്മുടെ കൂട്ടത്തിൽ ഈ ഖബത്ത് വർദ്ധിച്ചാൽ. അപ്പൊ സഹാബികളുടെ കാലഘട്ടത്തിന്റെ ഒക്കെ എത്രയോ ദറജ ബേക്കിലാണ് നമ്മൾ. കുറെ കാലം കഴിഞ്ഞു, അതിനനുസരിച്ച് മോശത്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ തിന്മയും അതിനെതിർക്കാത്ത ആളുകളും കൂടി വന്നാൽ നാശമുണ്ടാകുന്നതിൽ പിന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നർത്ഥം. ഇനി പിന്നെ ഇന്നത്തെ പോലെ അന്നും വഴിയിൽ ഇരിക്കുക എന്നത് ജനങ്ങളുടെ ഒരു പതിവാണ്. ഇന്നത്തെ പോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ അന്ന് വഴിവക്കിൽ ആളുകൾ ഇരിക്കും. അപ്പൊ നബി പറഞ്ഞു, നിങ്ങൾ വഴിവക്കിലിരിക്കുന്നത്, വഴിയിൽ എന്ന വഴിയിലോ വഴിയുടെ സമീപത്തോ ഇരിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അപ്പൊ സഹാബികൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് ഇരിക്കാതെക്കാൻ പറ്റൂല, അങ്ങനെ വഴിവക്കിലിരുന്ന് ഞങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ഇരുന്നേ പറ്റുള്ളൂ എങ്കിൽ, ഇപ്പൊ ബസ് സ്റ്റോപ്പ്, വെയിറ്റിംഗ് ഷെഡുകൾ, ഓവുപാലങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വിശ്രമ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ റോഡരികിൽ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ള പല സൗകര്യങ്ങൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ താവളങ്ങൾ, അല്ലെങ്കിൽ ഡ്രൈവർമാർ ഇരിക്കാൻ വേണ്ടി, അങ്ങനെ പലതും ഉണ്ടാവും. ഇത്തരം സ്ഥലങ്ങളിൽ ഇരിക്കണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വഴിക്ക് അതിന്റെ അവകാശം വിട്ടുകൊടുക്കണം, നൽകണം. അപ്പൊ സഹാബികൾ ചോദിച്ചു, എന്താ നബിയെ വഴിക്കുള്ള അവകാശം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഗദ്ദുൽ ബസർ. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചത്. ഗദ്ദുൽ ബസർ, കണ്ണ് ചിമ്മുക എന്നെ അങ്ങനെ പൂട്ടിക്കുത്തിരിക്കാന്നല്ല. ആളുകളെ അനാവശ്യമായി നോക്കരുത്, നോക്കേണ്ടാത്ത നോട്ടം നോക്കരുത്. നാളെ കാണാൻ തിരിച്ചറിയാൻ വേണമെങ്കിൽ നോക്കാം. റൂട്ടുമുക്കൂടെ പോണ ആളുകൾ, വഴിയിലൂടെ പോണ ആളുകളുടെ മുഴുവൻ നോക്കി റഡാറായി ഇരിക്കേണ്ട ആവശ്യങ്ങൾക്കില്ല. കണ്ണ് താഴ്ത്തുക, നോട്ടം കൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക. ഗഫുൽ അദാ, ഉപദ്രവത്തെ തടയുക. നിങ്ങളുടെ ഇരുത്തം കൊണ്ട് ജനങ്ങൾക്ക് ഉപദ്രവകരമായി തീരുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിങ്ങൾ തടയണം, തടുക്കണം. എന്ന് പറഞ്ഞാൽ വഴിയിൽ ഉപദ്രവകരമായ കാര്യങ്ങൾ വലിച്ചെറിയുക, അതടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കണം. എന്നാൽ യാത്രക്കാരനൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, നിങ്ങളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ. പിന്നെ സലാം പറഞ്ഞാൽ മടക്കണം. നടന്നു പോകുന്നവനാണ് ഇരിക്കുന്നവരോട് സലാം പറയേണ്ടത്. അപ്പൊ നടന്നു പോകുന്നവൻ സലാം പറഞ്ഞാൽ മടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇരുന്നോളൂ. 3 കാര്യം പറഞ്ഞു. 4-മത്തത് എന്താ? നമ്മൾ പറഞ്ഞിരുന്ന വിഷയം, വൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളോട് നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക. ഈ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വഴിവക്കത്തിരിക്കാം, അല്ലെങ്കിൽ ഇരിക്കാൻ പാടില്ല. വെയിറ്റ് ഷെഡിൽ ഏതായാലും ഇരിക്കാൻ പറ്റില്ല, കാരണം വെയിറ്റ് ഷെഡ് സൊറവാരായിരിക്കാനുള്ളതല്ല, അത് യാത്രക്കാർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. എന്നാൽ അതൊക്കെ കൈയടക്കിയതാരാ? നാട്ടിലുള്ള ഈ കൂട്ടം ആളുകളാണ് എല്ലാ വെയിറ്റിംഗ് ഷെഡുകളും കൈയടക്കിയത്. പലയിടത്തും അങ്ങനെയാണ്. അത് യാത്രക്കാർക്ക് ഇരിക്കാനുള്ളതാണ്, അത് വേറൊരു ദ്രോഹമാണ്. അപ്പൊ ഇനി വഴിയിൽ എവിടെങ്കിലും വഴിന്റെ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണം. ഈ കാര്യങ്ങൾ പാലിച്ച് ഇരിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? പ്രത്യേകിച്ച് അവസാനം പറഞ്ഞ കാര്യം, അവന്റെ പക്കൽ വല്ല തിന്മയും കണ്ടാൽ വിലക്കണം. നന്മ ചെയ്യാത്തവനാണെങ്കിൽ ആ നന്മ ചെയ്യണം എന്നവരോട് കൽപ്പിക്കണം. പിന്നെ 2-ാം ദിവസം ഇരിക്കേണ്ടി വരില്ല, അതോടെ ആ ഇരുത്തം മതിയാവും. അതുകൊണ്ടാണ് ഈ കടമകൾ നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരം കണ്ടു. ഫനസഅഹു ഫതറഹ. ആളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണമോതിരം ഊരിയെടുത്ത് എന്നിട്ട് അതിനെ നബി വലിച്ചെറിഞ്ഞു. ഇത് സ്വർണ്ണമോതിരമാണ്, സ്വർണം പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല. വഖാല, എന്ന് നബി പറഞ്ഞു, യഅമദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജഅലുഹാ ഫീ യദിഹി. ഒരാൾ നരകത്തിലുള്ള ഒരു തീക്കണൽ തെരഞ്ഞെടുക്കുകയും ഉദ്ദേശിക്കുകയും എന്ന് ആ തീക്കനൽ സ്വന്തം കയ്യിൽ ആക്കുകയും ചെയ്തിരിക്കുന്നുവോ? എന്തൊരു അത്ഭുതം ഇത് എന്ന് നബി ചോദിച്ചു. അപ്പൊ അത് നബി അങ്ങ് പോയതിനു ശേഷം ഉടണ്ടായെന്ന് വേറൊരാൾ പറഞ്ഞു, നബി പോയില്ലേ, ആ എറിഞ്ഞ സ്വർണ്ണങ്ങൾ എടുത്തോ? പക്ഷെ അയാൾ പറഞ്ഞു, നബി എറിഞ്ഞത് ഞാൻ എടുക്കുകയില്ല, കാരണം നബി വലിച്ചെറിഞ്ഞ സാധനമാണ്. ലാഹുദുഹു അബദൻ, ഒരിക്കലും അത് സ്വർണ്ണമോതിരാൻ. പക്ഷെ നബി എറിഞ്ഞു, ആരെടുക്കോടത്തത്, ഞാൻ എടുക്കൂല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഹദീദ് കാണാം. അപ്പൊ ഈ ഹദീദ് എന്താ മനസ്സിലാകുന്നത്? നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക. പക്ഷെ തിന്മയെ മാറ്റുക, തഗീർ, തിന്മയെ മാറ്റുക എന്ന് പറയുന്നത് തിന്മ വിലക്കുക എന്നതും രണ്ടിലും വ്യത്യാസമുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ ശക്തി ഉപയോഗിച്ച്, ഇവിടെ നബി ഭരണാധികാരിയാണ്, മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിടിച്ചു മാറ്റാൻ, ഊരി എറിയാൻ അവകാശമുണ്ട്. നമുക്കും ചെയ്യാൻ. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ അങ്ങനെ ബന്ധപ്പെട്ട ആളുകളോ നമ്മുടെ കീഴിലുള്ളവരോ പറഞ്ഞാൽ അനുസരിക്കേണ്ടവരോ ആയ ആളുകളാണെങ്കിൽ ചെയ്യാം. ഇനി ഒരു സുഹൃത്താണെങ്കിലും ചെയ്യാം. ഇത് എന്തിനാണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് ഊരി എടുത്തിട്ട് ഓന്റെ പിന്നെ കേസിൽ കൊടുക്കാം, എറിയണ്ട. അതുപോലെ കൈകളിൽ ഈ ഏലസ്, ഐക്കല്ല്, ഉറുക്ക്, ഇങ്ങനെയുള്ള പലജാതി സാധനങ്ങളും തലയണ പോലുള്ളതും ചെണ്ട പോലുള്ളതും അതല്ലാത്തതൊക്കെ കിട്ടിയ ആളുകളുണ്ടാവും. അരയിലും കൈത്തണ്ടയിലും കഴുത്തിലും ഒക്കെ. ഇത് ഒരുപാട് ഇന്ത്യക്കാരുടെ അടുക്കൽ നമ്മൾ കാണാം. അപ്പൊ നമ്മൾ പറമ്പിൽ പണിയെടുക്കാൻ വന്നോനേക്കും, ഓനോട് അതിന്റെ വശം പറഞ്ഞെടുക്കുക. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, ശിർക്കാണ്, അള്ളാഹുവാണ് എല്ലാ ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കാര്യത്തെയും തടുക്കുകയില്ല.
എന്നവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നബി അങ്ങനെ കെട്ടിയൊരുത്തന്റെ കയ്യിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞു. നമ്മൾ പൊട്ടിച്ചെറിയണ്ട, ഓന് പറയാ ഇത് ചെറുക്കപ്പെട്ട കാര്യമാണ്. നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പണിയെടുത്ത് ഓന് കൂലി എടുത്തു വിടും. പക്ഷെ നമ്മുടെ ബാധ്യതയാണ് ഇത് കണ്ടാൽ തിന്മയാണ്, ചെയ്യരുത്, അയച്ചെറിയണം എന്നവരോട് ഉപദേശിക്കണം. പക്ഷെ നമ്മൾ ചെയ്യില്ല. എങ്ങനെയൊക്കെ സാധിക്കുന്നുവോ അങ്ങനെയെല്ലാം ഈ തിന്മ വിലക്കുക എന്നുള്ളത് നന്മ കൽപ്പിക്കുന്നതിനേക്കാൾ ഗൗരവമായി എടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ട കാര്യമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സഹാബിയിൽ നിന്ന് ഒരു വാക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ജീവിച്ചിരിക്കുന്നവരിൽ മരിച്ചവനാരാണ് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവൻ ആരാണ്? നന്മ തിന്മ ഇത് രണ്ടും തിരിച്ചറിയാത്ത, എന്താണ് നന്മ കൽപ്പിക്കുകയോ തിന്മ വിലക്കുകയോ ചെയ്യാത്തവനാരോ അവനാണ് ജീവിച്ചിരിക്കുന്നവരിൽ മരിച്ചവൻ. എന്നാൽ അവൻ ജീവനുണ്ട്, ശ്വാസമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അവൻ ജീവനല്ല. ജീവന്റെ അടയാളം എന്താ? നന്മ കൽപ്പിക്കുക, നന്മ വിലക്കുക. ഈ അർത്ഥത്തിൽ പരിശോധിച്ചാൽ നമ്മളൊക്കെ ശ്വാസം അയക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മയ്യിത്താണോ അല്ലേ? ഈ സഹാബി ഇത് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ 2-3 അൽ ഇസ്തിഖാമ, അൽ അംറു ബിൽ മഅറൂഫ് വൻ നഹ്യു അനിൽ മുൻകർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫത്താവ, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സഹാബിയുടെ വാചകം അദ്ദേഹം ഉദ്ധരിച്ചതായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഒരൊറ്റ ഹദീസും ഒരു ആയത്തും. അതായത് പല ആളുകളും തിന്മ വിലക്കുക നന്മ കൽപ്പിക്കുക എന്ന കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കാരണം, ആളുകളൊന്നും പറഞ്ഞാൽ നന്നാവില്ല, ഇപ്പൊ കാലം മാറിയിരിക്കുന്നു, പണ്ടത്തെ പോലെയല്ല, ജനങ്ങളൊക്കെ മാറിപ്പോയി, അതുകൊണ്ട് തന്നെ നമ്മളെ വഴി നോക്കിയാൽ മതി എന്നുള്ള ഒരു സമീപനം ആളുകളിലുണ്ട്. ഇത് പലപ്പോഴും ആളുകൾ പറയാറുമുണ്ട്, ഞാൻ അതിന്റെ ആളല്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മാറിക്കുന്ന ആളുകൾ. ഇത് ഒരു ആയത്തിന്റെ തെറ്റായി മനസ്സിലാക്കലും അതുപോലെ തന്നെ ഒരു ദുർബലമായ ഹദീസിനെ അത് ശരിയാണെന്ന് വിചാരിച്ച് ഉൾക്കൊള്ളലും ഈ രണ്ട് തെറ്റായ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായിത്തീർന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിലക്കുക തന്നെ വേണം, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുമേൽ അവന്റെ പക്കൽ നിന്ന് ഒരു ശിക്ഷയെ അയക്കാറായിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ശിക്ഷ ബാധിക്കുന്നു. അപ്പൊ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യാതിരുന്നാൽ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ശിക്ഷ ഇതാ വരാറായിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ആ ശിക്ഷ വരുമ്പോ, പക്ഷേ ഫലാ യുസ്തജാബു ലക്കും, അത് എത്തിയിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല, അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ഹദീസിൽ നിന്നും നേരത്തെ പറഞ്ഞ ഗൗരവം നമ്മൾ മനസ്സിലാക്കാം. മാറി നിൽക്കേണ്ട ഒരു സംഗതിയല്ല, മറിച്ച് ശക്തമായി ആവർത്തിക്കേണ്ടുന്ന, ചെയ്തുകൊണ്ടേയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം സൂറത്തുൽ മാഇദയിലെ 105-ാമത്തെ ആയത്ത് ഓതി. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നക്കും തഖറഊന ഹാദിഹിൽ ആയ, നിങ്ങൾ ഈ ആയത്ത് ഓതുന്നുണ്ടല്ലോ. ഏതാ ആ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസക്കും, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക. ലാ യദുറുക്കും മൻ ളല്ല, വഴിതെറ്റിപ്പോയ ആളുകൾ നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല. ഇത് ഹസ്തദൈത്തും, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് നിങ്ങൾ ഓതുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഇത് ഓതിയിട്ട് നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് അതല്ല അതിന്റെ ആശയമെന്ന് അബൂ സിദ്ദീഖ് തിരുത്തി കൊടുക്കുക. എന്താ ഈ ആയത്ത് കേൾക്കുമ്പോൾ തോന്നുക? നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചാൽ മതി, മറ്റുള്ളവൻ പഴച്ചാൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പൊ എന്ത് മനസ്സിലാക്കാം? പഴച്ചവൻ പഴച്ച വഴിക്ക് പോയിക്കോട്ടെ, നമ്മൾ അവനോട് നന്മ കൽപ്പിക്കാനോ തിന്മ വിലക്കാനോ പോകേണ്ടതില്ല, നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും അത് ഉണ്ടാക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എന്നാൽ നിങ്ങൾ നന്നായി ജീവിച്ചാൽ മതി. ഇത് ഹതദൈതും, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മതി എന്ന് നിങ്ങൾ ഓതുന്നുവല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്താ? ഇന്നന്നാസ ഇദാ റഔ അൽലാലിമ ഫലം യഖുദു അലാ യദൈഹി, ജനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾ ഒരു അക്രമം പ്രവർത്തിക്കുന്നവനെ കണ്ടാൽ അവർ അവന്റെ കൈക്ക് പിടിക്കുകയില്ല, ചെയ്യല്ലേ ഈ തിന്മ എന്ന് പറഞ്ഞ് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയില്ല. എങ്കിൽ അള്ളാഹു അവനിൽ നിന്നുള്ള ഒരു ശിക്ഷ കൊണ്ട് യഉമ്മഹും, സമൂഹത്തെ ഒന്നായി ആ ശിക്ഷ കൊണ്ട് മൂടും. ആമായ ശിക്ഷ, തിന്മ ചെയ്തവർക്കോ തിന്മ വിലക്കാത്തവർക്കോ അല്ല, എല്ലാവർക്കും മൊത്തത്തിൽ ഒരു ശിക്ഷ. നേരത്തെ പറഞ്ഞതിന്റെ അതേ ആശയം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഞാൻ നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? നമ്മളെ കാര്യം നോക്കിയാൽ മതി, ബാക്കി തിന്മ ചെയ്യുന്ന ആളുകളോട് കൽപ്പിക്കാനോ ഉപദേശിക്കാനോ വയന്ന് പറയാനോ വിലക്കാനോ ഒന്നും പോകേണ്ടതില്ല. അവര് പഴച്ചത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറയുന്നതല്ല ഇതിന്റെ ആശയം. അപ്പൊ നിങ്ങൾ പറയുന്നത് പോലെയല്ല. നിങ്ങൾ അവിടെ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട് ഇത് ഹതദൈതും. ഷെയ്ഖ് ഉസൈമീൻ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ചില ആളുകൾ ഈ ആയത്തിനെ ഇങ്ങനെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ ആശയം അവർ മനസ്സിലാക്കിയില്ല. എന്താ ആശയം? അവസാനം എന്താ പറയുന്നത്? ഒരു ഉപാധി ഉണ്ട്.
നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂല. ഇത് ഹത്തദൈത്തും, നിങ്ങൾ സന്മാർഗത്തിലായാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥത്തിൽ എന്തും പെടും? നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും പെടും. അപ്പൊ നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നതടക്കം നിങ്ങൾ സന്മാർഗത്തിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വിലക്കിയത് കൊണ്ട് ആരും തിന്മ ഒഴിവാക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു ദോഷവുമില്ല. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ മറ്റോൻ എന്തോ ആയിക്കോട്ടെ, എമ്മക്കോ നോക്കേണ്ടിയില്ല, നമ്മളെ വഴിക്ക് പോകാം, ഓലോല് വഴിക്ക് പോകട്ടെ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്ന് ആ ആയത്തിന് അർത്ഥമില്ല. ഇത് ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ തഫ്സീറിലും ഹദീസിന്റെ വ്യാഖ്യാനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഇസ്തിഖാമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇതേ ആശയം, ഇതേ ഹദീസും ഇതേ ആയത്ത് മോദിക്കൊണ്ട് ഇക്കാര്യം വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മറ്റൊരു ഹദീസുമായി ബന്ധപ്പെട്ട ഒരു തെറ്റായ ധാരണ, ഒരു ഹദീസാണ്. ഹദീസ് പലരും ഉദ്ധരിച്ചിട്ടുണ്ട്, സ്വഹീഹാണെന്നുള്ള നിലക്ക് അതിനെ ആളുകൾ എടുക്കുന്നു. ആ ഹദീസിന്റെ ആശയം ഹദീസ് വായിക്കുന്നില്ല. ഹദീസിന്റെ ആശയം, നിങ്ങൾ നന്മ അനുസരിച്ച് പ്രവർത്തിക്കുകയും തിന്മയെ ഒഴിവാക്കുകയും ചെയ്യുക. ഏതുവരെ? നിങ്ങൾ ഇദാ റഅയ്ത ശുഹൻ മുതാഅൻ, പിശുക്ക് എന്നതിനേക്കാൾ കുറച്ചുകൂടി അങ്ങേയറ്റത്തെ പിശുക്കാണെന്ത്? താൻ നൽകേണ്ട അവകാശങ്ങൾ നൽകാതിരിക്കുകയും ഇങ്ങോട്ട് കിട്ടാൻ, ബാധ്യതകൾ നൽകാതിരിക്കുകയും ഇങ്ങോട്ട് കിട്ടാൻ ആർത്തി കാണിക്കുകയും ചെയ്യുക. അതാണ് ഷുഹ് എന്ന് പറയുക. അനുസരിക്കപ്പെടുന്ന ഷുഹ് നിങ്ങൾ കാണിക്കുക. എന്നാൽ പിശുക്കിന് ആളുകൾ അനുസരിക്കുന്നു, അങ്ങേയറ്റത്തെ ലുബ്ദിന് അനുസരിക്കുക. പിൻപറ്റപ്പെടുന്ന ഇച്ഛ, അതുപോലെ തന്നെ പരലോകത്തേക്കാൾ പ്രാമുഖ്യം നൽകപ്പെടുന്ന ദുനിയാവ്. ഒരു അഭിപ്രായ പ്രകടനത്തിന് ശേഷിയുള്ളവൻ അവന്റെ അഭിപ്രായം കൊണ്ട് അഹങ്കരിക്കുന്നു. ഞാൻ പറഞ്ഞതാ ശരി, എന്റെ കൂടെയാണ് ഹക്കുള്ളത്, നിങ്ങൾ എന്റെ പിന്നാലെ വരൂ എന്നുള്ള നിലക്ക് അവന്റെ അഭിപ്രായം കൊണ്ടും അവനെ തന്നെ പറഞ്ഞുകൊണ്ടും എന്ത് ചെയ്യുന്നു? അവൻ അഹങ്കരിക്കുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ, ഇതൊക്കെ എന്നുള്ളതാ, ഈ കാലഘട്ടം വന്നാൽ വദഇൻ അവാമ, നിങ്ങൾ ജനങ്ങളെ വിട്ടേക്കുക. ജനങ്ങളെ പിന്നാലെ പോണ്ട. ഒരു നന്മ ചെയ്യാതിരിക്കുക, തിന്മ എന്തെങ്കിലും ചെയ്തോട്ടെ, നിങ്ങൾ അവരെ വിട്ടേക്കൂ. പൊതുജനത്തെ നിങ്ങൾ വിട്ടേക്കുക എന്നതാണ് ഈ ഹദീസ്. അതിന്റെ ശേഷം ചില വാചകമുണ്ട്, അത് ഇതുമായി നേർക്കേർ ബന്ധമുള്ളതല്ല. ആ ഭാഗം ശരിയാണ്, വേറെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് അബൂദാവൂദും പല ആളുകളും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസിനെ കുറിച്ച് ഷെയ്ഖ് അൽബാനി അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത് ലഈഫുൻ, ഇത് ദുർബലമാണ്. ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ അതിൽ എന്താ കിട്ടുക? ഇങ്ങനെ തിന്മ നിറഞ്ഞ സ്വാർത്ഥമായ ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ പൊതുജനത്തിന്റെ പിന്നാലെ തിന്മ വിലക്കാനോ നന്മ കൽപ്പിക്കാനോ പോകേണ്ടതില്ല. ഇത് നേരത്തെ ആയത്തിനെ തെറ്റായി മനസ്സിലാക്കിയതുപോലെ ഈ ഹദീസിൽ നിന്നും ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ചില ആളുകൾ ഇത്തരം വാദങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഈ ഹദീസ് ലഈഫാണ് എന്ന് മനസ്സിലാക്കണം. ഇത് തിന്മ വിലക്കാതിരിക്കുന്നതോ നന്മ കൽപ്പിക്കാതിരിക്കുന്നതിനോ ഒരു ന്യായവുമല്ല. ഇക്കാലം വന്നാലും ഈ പണി തുടരണം ഖിയാമത്ത് നാൾ വരെ. ഇനി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ പറഞ്ഞ സൂറത്തുൽ മാഇദയിലെ 105-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിന്റെ അവസാന ഭാഗത്ത് ഈ ഹദീസ് അതിൽ കൊടുത്തിട്ടുണ്ട്, സ്വഹീഹാണ് എന്നുള്ള നിലക്ക്. അത് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമാണ്. ചില ലഈഫായ ഹദീസുകളൊക്കെ ഇത്രമാത്രം ഹദീസിന്റെ സ്വീകാര്യം സംബന്ധിച്ച് വലിയ വിശദമായ പഠനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ടാണ് അമാനി മൗലവിയ പരിഭാഷ ചെയ്തിട്ടുള്ളത്. മനഃപൂർവ്വം ദുർബലമായ ഹദീസ് ഉൾപ്പെടുത്തിയതല്ല.